രുചിയുടെ ഉത്സവമേളത്തിനായി കാത്തിരിക്കുന്ന കൈരളിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമസ്കാരം. നമസ്കാരം. മിൽമ പ്രസൻസ് ഫിറ ഫുഡ് സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3 പവർഡ് ബൈ അമൃതവേണി KSFE ആൻഡ് നമ്മുടെ രാമചന്ദ്രൻ. എല്ലാരും ചിരിച്ച് സന്തോഷിച്ച് അടിച്ച് പൊളിച്ചങ്ങ് ഇരിക്കുകയാണ്. നല്ല എനർജി ഉണ്ട്, നല്ല ഭംഗിയുണ്ട്, സൂപ്പർ ആയിരിക്കുന്നുണ്ട്. ഈ ദേശക്കാര് മുഴുവൻ ഒരു വെള്ളമയം, ഈ ദേശക്കാര് ക്യാൻഡീസ് പോലെ. നിങ്ങൾ ക്യാൻഡീസ് ഓപ്പൺസ് ഓപ്പൺ ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ പല 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 ഇത് സമാധാനത്തിന്റെ ഞങ്ങള് മാഷ്മലോസാ. ആര് വെള്ള കളർ അതറിയാത്തവരോട് ചോദിച്ചേ. അത് എന്റെ ശത്രുവൊക്കെ അവരുടെ ഇതർക്കാണ് മാഷ്മല്ലോ. എനിക്കും അറിയില്ലായിരുന്നു. ഞാൻ ഒരു ദിവസം പേപ്പിരുന്നു, ഇതാണോ മാഷ്മല്ല, ചവ് ചവ് ചവന്നിരിക്കുന്ന സാധനം. അത് ജലറ്റിൻ പോലത്തെ, അതായത് ബീഫ് ജലറ്റിൻ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അല്ല, അത് ചുട്ടിട്ട് ചോക്ലേറ്റിന്റെ കൂടെ കഴിക്കാറുണ്ട്. അല്ല, ചുട്ടിട്ട് കഴിക്കാം. ശരി, ഞാൻ കഴിച്ചിട്ടില്ലേ സാറേ? കഴിച്ചു നോക്കൂ സാറേ. ശരി, എനിക്ക് വാങ്ങിത്തരണം. നിങ്ങൾ വാങ്ങിത്തരാം. ഓ, നമസ്കാരം ഗൈസ്. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കട്ട്ലേറ്റ്. അപ്പൊ എല്ലാവരുടെയും നിർദ്ദേശപ്രകാരം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റില്ല, എന്നാൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ കട്ട്ലേറ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതെ, അതിന് ഫസ്റ്റ് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്നുള്ളത് ചിക്കൻ. പ്രധാനപ്പെട്ട രണ്ട് സാധനങ്ങൾ ചിക്കനും പൊട്ടറ്റോയാണ്. അതിൽ ആദ്യം വേണ്ടത് ചിക്കൻ. അത് നിങ്ങൾ കുക്ക് ചെയ്ത ചിക്കൻ പെപ്പറും സോൾട്ടും ഇട്ട് വേവിച്ചതായി. ഓൾറെഡി കുരുമുളകും ഉപ്പിട്ട് കുക്കറിലിട്ട് വേവിച്ചെടുത്തേക്കുന്ന ചിക്കനാണ്. കാരണം സമയത്തിന്റെ പരിമിതികളുള്ളതുകൊണ്ട് ഞങ്ങൾ ഒന്ന് ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തേക്കുവാണ്. അതെ, അപ്പോൾ നേരത്തെ ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. രണ്ടാമത് വേണ്ടത് പൊട്ടറ്റോ. അതും നമ്മൾ വേവിച്ച് വെച്ചേക്കാണ് പൊട്ടറ്റോ. പിന്നെ ഉള്ളത് നമുക്ക് പറയാം. അത് നമുക്ക് ഇതിലോട്ട് വരാം, ടൈം പോകുന്നു അല്ലെങ്കിൽ. സോ നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് ഫുള്ളും പറയണം. ഇൻഗ്രീഡിയൻസ് ഫുൾ പറയണം. ഒന്ന് പറഞ്ഞോളൂ. വെളുത്തുള്ളി കട്ട് ചെയ്തത്, ഇഞ്ചി കട്ട് ചെയ്തത്, ഒരു അല്ലി ഇഞ്ചി മതി. അല്ല, ചെറുതായിട്ട് സൈസ് പറഞ്ഞു കൊടുക്കും. സൈസ് ചെറുതായിട്ട് അരഞ്ഞത്. രാവിലെ തന്നെ വെള്ളിയാണ്. വിദ്യാഭ്യാസം ഇല്ലാത്തവളൊക്കെ വിളിച്ചവർ. പച്ചമുളക് ചെറുതായിട്ട് പച്ചമുളക് ചെറുതായിട്ട്. മുളക് കട്ട് ചെയ്തത്. പച്ചമുളക്. സവാള ഒരു വലുത് അരിഞ്ഞത്. ഉപ്പ് ആവശ്യത്തിന്. കറി ലീവ്സ്, കറിവേപ്പില. അതെ, കട്ട് ചെയ്തത് ചെറുതായിട്ട്. കുരുമുളക്, ക്രഷ്ഡ് കുരുമുളക്. പിന്നെന്താ പറഞ്ഞോ? ആ മസാലയുടെ പേര് ഗരം മസാലയാണോ? അത് മസാല ഗരം മസാല ആയിരിക്കുള്ളൂ. അതൊന്നും ചെയ്യാൻ പാടില്ല, മണക്കാൻ പാടില്ല. മണത്താലേ അറിയാൻ പറ്റൂ. ആ ഗരം മസാല സ്വാഭാവികം. വെളിച്ചെണ്ണ. പിന്നെ മെയിനായിട്ടും നമുക്ക് ഇത് കട്ട്ലേറ്റ് ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു സ്പൈസി അല്ല, ഇത് മുക്കിയെടുക്കാനായിട്ട് ബ്രെഡ് ക്രംസ് വേണം. ഇത് വീട്ടിലില്ലാതെ ഒരു നേരത്തെ ഞങ്ങൾ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ബ്രെഡ് ഒന്ന് പാനിലിട്ട് ചൂടാക്കിയിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കാവുന്നതാണ്. സോ ബ്രെഡ് ക്രംസ്, പിന്നെ വേണ്ടത് മുട്ട. ഇത്ര ഉണ്ടെങ്കിൽ നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഇതിന്റെ പ്രോസസ്സ് എന്നുള്ളത് ചിക്കൻ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ എടുത്ത് മിക്സിയിലിട്ട് അടിക്കുക. അത് വിഷ്ണു ചെയ്യും. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് എന്തെങ്കിലും ചെയ്യാം. നീ അത് കൂട്ട് റെഡിയാക്കണം. ഇവിടെ ഇതൊരു കട്ട്ലേറ്റ് ഒരു മിക്സ് വേണമല്ലോ. ആ മിക്സ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം പാന് ഓണാക്കേണ്ട സുന കാണാനില്ല. അപ്പോൾ ചെറിയ ചൂടായിട്ടുണ്ട് പാന്. അപ്പം അതിലൊരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ. എത്ര ടീസ്പൂൺ വേണം? അതിട്ടോ, ടീസ്പൂണല്ല, മതി. ഒരു ഇഞ്ചിയുടെ ഇത്ര ഇടുക. പച്ചമുളക് ഇതൊന്ന് നന്നായിട്ടൊന്ന് വശക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സവാള ഫുൾ ഇടട്ടെ. അതിട്ടോ, ഒരു സവാള ഫുള്ള്. ഞാൻ വിഷ്ണു കൃത്യമായിട്ട് ചോദിക്കുന്നത്, വിഷ്ണു ഇത് മുമ്പ് ഉണ്ടാക്കിയ എക്സ്പീരിയൻസ് ഉണ്ട്? അതെ. അപ്പൊ തെറി കേൾക്കണമെങ്കിൽ അവനെ കേട്ടോളൂല്ലോ.
ഒരുപാട് ഉപ്പൊന്നും വേണ്ട. ആ മതി. മതിയല്ലോ. ദൂരെ നിന്നും പിൻവിളി ഇടുന്നില്ലേ? ഞാനിടാനോ? ഓ ബഹുമാനമുള്ള കുട്ടിയാ. അത്ര അതത്ര അരിഞ്ഞു വെച്ചാൽ അതുകൊണ്ടാണ് ആ പ്ലേറ്റിൽ ഞാനാക്കി വെച്ചാണ് ഇടാൻ വേണ്ടിയിട്ടുള്ളത്. പൊട്ടറ്റോ, പുഴുങ്ങിയ പൊട്ടറ്റോ സ്മാഷ് ചെയ്തെടുക്കുന്നതാണ്. ഗൈസ്, ഞങ്ങൾ തമാശകൾ പറയുന്നത് കുറയ്ക്കുകയാണ്. നമ്മൾ സീരിയസ് ആയിട്ട് കാണാൻ പോവുകയാണ്. കാണുന്ന ഇവരെല്ലാം ഉപദേശിച്ചു. ഞങ്ങളെ ഇവരെല്ലാവരും തളർത്തി അവിടെ നിന്ന് ഇവിടെ നിന്നും ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുക്കിങ്ങിൽ ശ്രദ്ധിക്കൂ എന്ന് നാദർ നില കരഞ്ഞു. അതെ, ഞങ്ങൾ ക്വിറ്റ് ചെയ്താലാന്ന് വരെ പ്ലാൻ ചെയ്തോണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു തളരരുത് രാമൻകുട്ടി. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തുക. ഞങ്ങൾ ക്വിറ്റ് ചെയ്യണോ വേണ്ടെന്നുള്ളത് നിങ്ങൾ പറയുക. അല്ലേ? അതെ, നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ അനുസരിക്കും. നിങ്ങൾ പറയുന്ന ആ നിമിഷം ഞങ്ങൾ ക്വിറ്റ് ചെയ്ത് പോകുന്നതായിരിക്കും ഷോയിൽ നിന്ന്. എന്തിനാ ഇങ്ങനെ കേട്ട് ജീവിക്കണം? ആട്ടും തുപ്പും കേട്ട് ജീവിച്ച മടുത്ത് ഇവരെല്ലാരും ഞങ്ങളെ കൊന്നു ഗൈസ്. ഞങ്ങൾ വേറെ ഒന്നും ചെയ്തില്ലല്ലോ. കുക്കിംഗ് അറിയില്ലെന്നൊരു തെറ്റ് മാത്രമേ ഉള്ളൂ. അതൊരു തെറ്റാണോ? അല്ല, കുക്കിംഗ് അറിയുന്നതല്ലോ. കുക്കിംഗ് ശ്രമിക്കില്ല. ഇവിടെയുള്ള എല്ലാവരും പുതുതായിട്ട് പരീക്ഷണം നടത്തുന്ന ആൾക്കാരാണ് പറയണത്. പക്ഷെ ഞങ്ങളത് വിശ്വസിക്കുന്നില്ല. ഇവരൊക്കെ എക്സ്പീരിയൻസ്ഡ്. അവരുണ്ടാക്കണ ഓരോ ഐറ്റംസ് നിങ്ങൾ കണ്ടില്ലേ? റഷ്യനും ഞങ്ങൾക്ക് അവരുടെ കൂടെ വന്ന് കുക്ക് ചെയ്യാൻ ചമ്മലാണ് ഇപ്പൊ. അപ്പോൾ ഞങ്ങൾ പറയുന്ന ഒരു പ്രധാന കാര്യം, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സാധാരണ മലയാളി ഓഡിയൻസിന് അവരുടെ വീടുകളിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ച് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. കുറച്ച് പെപ്പർ, കുറച്ച് ഗരം മസാല. ഗരം മസാലയ്ക്ക് ഒരു തീരുമാനമായിട്ടില്ല എന്നുള്ളത് ഗരം മസാല ആണെന്ന്. ഇതല്ലേ? അതെ അതെ, ഞാൻ മനസ്സിലാക്കി പറയാം. എനിക്ക് ആ കഴിവ് തന്നിട്ടില്ല ദൈവം. ഇത് ഗരം മസാല. ഇനി നമ്മൾ 1/2 മിനിറ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച ചിക്കൻ എടുത്ത് ഇതിലോട്ട് ഇടുകയാണ്. ഞാൻ വെള്ളം എടുത്തിട്ട് വരാവേ. ചുമ്മാ കേസ് യൂട്യൂബിൽ നോക്കാൻ പോയത്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പൊട്ടറ്റോ ഇടണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇപ്പൊ യൂട്യൂബ് നോക്കിട്ട് വന്നവൻ. യൂട്യൂബ് നോക്കാൻ എത്ര നേരം പോയത്? ഇത് നമ്മള് ആയില്ലേ? കഴിഞ്ഞില്ലേ? ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം എടുക്കാൻ പോണെന്ന് പറയും. പക്ഷെ നിങ്ങൾ അപ്പുറത്തെ കിണറ്റിൽ ഞങ്ങൾ വെള്ളം കോരാൻ ഇവിടെ ഇല്ലേ? ഇന്ന് വെള്ളം വന്നിട്ടില്ലല്ലേ പൈപ്പിൽ? അപ്പൊ അപ്പുറത്ത് വെള്ളം കോരിട്ട് വേറെ പ്രത്യേകത, ഈ കട്ടിന് വെള്ളം ആവശ്യമേ ഇല്ല നമുക്ക് കുടിക്കാൻ. ഇതൊന്ന് ചൂടാറാൻ വെച്ചിട്ട് കൈ കൊണ്ട് കുഴക്കുക. ആ സമയത്ത് ഞാൻ പോയിട്ട് മുട്ട ബീറ്റ് ചെയ്യണം. അപ്പൊ ഇത്രയും നേരം വെള്ളം കോരിട്ട് അവൻ മനസ്സിലാക്കിയത് മുട്ട ബീറ്റ് ചെയ്യണ കാര്യമാണെന്നുള്ളതാണ്. ഓക്കെ, ഈ സമയത്ത് ഞാൻ പോയിട്ട് മുട്ട പൊട്ടിച്ച് സെറ്റ് ആക്കട്ടെ കേട്ടോ. അപ്പൊ നമ്മൾ കട്ട്ലേറ്റ് ഒന്ന് ഷേപ്പ് ആയിക്കൊണ്ടിരിക്കുവാണ്. ഞാൻ ഉണ്ടാക്കിയിട്ട് ഷേപ്പ് ആയില്ല, വിഷ്ണു ഉണ്ടാക്കുവാണ്. എണ്ണ ഒഴിക്കാൻ, 1 കപ്പ് എണ്ണ ആയിരിക്കും. മുങ്ങിക്കിടക്കാൻ പാകത്തിനാ പറയണേ. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, നീ കൊണ്ടുവാ. കുഴൽ കൊട് തപ്പട്. മതി മതി മതി. എണ്ണ നന്നായിട്ട് ചൂടാവണം അല്ലേ? ആവുന്നില്ല? ആവുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഷേപ്പ് മാറിയപ്പോ ഞാൻ ആവണം. ആരെ ഉണ്ടാക്കിയത്? വിഷ്ണുനാഥനല്ലേ? പൊട്ടിപ്പോണത്. എന്നെ ഇപ്പൊ ആൾക്കാർ വിളിക്കുന്നത് നാദിറ വിഷ്ണു എന്നാ. എനിക്ക് ആ ഒരു ചീത്തപ്പേര് മാത്രമേ ഉള്ളൂ. ഇവൾക്കത് സൽപ്പേരായിരിക്കും. പിന്നെ പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ ചോദിക്കും, വിഷ്ണു ഹസ്ബൻഡിനെ കണ്ടില്ലല്ലോ എന്നാ. അല്ലല്ല, നിന്നോട് ചോദിക്കാറില്ലേ നാദറില്ലേ കൂടെ? എന്നോട് ചോദിക്കാറുള്ളത് എന്തിനാ മോനെ അവളുടെ കൂടെയൊക്കെ നടക്കണം. പിന്നെ എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ ടോപ്പിക്ക് മാറിപ്പോ നോക്കിയേ. നീ തുടങ്ങിക്കോ, പരിപാടി തുടങ്ങിക്കോ. എന്നിട്ട് അത് മുട്ടയും മുക്കിയിട്ട് ക്രംസിലിട്ട്
സെറ്റാക്കിയിട്ട് ക്രംസ് കുറച്ച് വലുതാണോ എന്നൊരു ഡൗട്ട്. ഞങ്ങളുടെ കട്ട്ലേറ്റ് ഇതാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് തീർത്തത്. അത് കറക്റ്റ് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. ടേസ്റ്റ് ഉണ്ട് അത്യാവശ്യം. ഇതിലിപ്പോൾ ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. ഞങ്ങൾ ഉണ്ടാക്കിയാണ്, ഞാൻ ഇതുവരെ ഉണ്ടാക്കിയില്ല. രണ്ടാമത്തെ ഐറ്റമാണ് ഇത്ര സാറ്റിസ്ഫൈഡ് ആണ്. മറ്റേ ബ്രെഡിൻ്റെതും അപ്പൊ ഇതും ഹാപ്പിയാണ്. അപ്പൊ എന്തായാലും ബാക്കിയൊക്കെ ബാക്കി നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. ദൈവത്തിന്റെ ഷെഫിന്റെ ഞങ്ങൾ റിസൾട്ടിനെ പറ്റി ഓർത്ത് വേവലാതിപ്പെടുന്നില്ല. ഇല്ല, നമ്മൾ ഹാപ്പിയാണ്. നോക്കിയ ആൾക്കാർക്കൊക്കെ ടേസ്റ്റ് ഉണ്ട്. നമുക്ക് അത്രേ ഉള്ളൂ. ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നില്ല, അപ്പൊ അതിന്റെ കുറവുകളൊന്നും ഇല്ല. മേ ബി നമുക്ക് ഉണ്ടാവില്ല, പക്ഷെ ഒരു മറ്റേ എന്താ പറയാ മെയിൻ ആയിട്ടുള്ള ഷെഫ്സിന് ചിലപ്പോൾ തോന്നാം അല്ലെ കുറവുകളായിട്ട്. നമ്മളിത് അങ്ങനെ തോന്നിയാൽ ഷെഫിന്റെ ഐഡിയ ഞങ്ങൾ മെൻഷൻ ചെയ്യാം. നിങ്ങൾ അവരെ പോയി ചീത്ത വിളിക്കുക. അതെ. Milma presents Fira Food Celebrity Kitchen Magic Season 3. Powered by Amruthavedi KSFE and നമ്മുടെ രാമചന്ദ്രൻ. അപ്പൊ ഇനി നമുക്ക് അടുത്ത ആരുടെ ടേസ്റ്റ് ചെയ്യാം? വിളിച്ചോളൂ. നാദ്രേന്റെ വിഷ്ണുവിന്റെ കഴിച്ചാലോ? നാദ്ര വിഷ്ണു, ഇത് എന്താണ് സംഭവം? ഇത് ചിക്കൻ കട്ട്ലേറ്റ് ആണ്. ചിക്കൻ കട്ട്ലേറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് സാധാരണ കഴിക്കുന്ന ടേസ്റ്റ് ആയിരിക്കും ഇവിടുത്തെ നാട്ടിൻ പ്രദേശത്തെ. നമുക്ക് 2 ടൈപ്പ് ഓഫ് ചിക്കൻ കട്ട്ലേറ്റ് കിട്ടാറുണ്ട്. ഒന്ന് ചിക്കൻ്റെ ഒരു കടിക്കാൻ പാകത്തിന് പീസ് കിട്ടുന്ന കട്ട്ലേറ്റും ഉണ്ട്, അല്ലെങ്കിൽ നല്ല ഗ്രൈൻഡ് ചെയ്ത് കിട്ടുന്ന ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ട്. ഇത് നല്ല ഗ്രൈൻഡ് ചെയ്ത് നന്നായിട്ട് അതിൽ പൊടിയായിട്ട് കിട്ടുന്ന ചിക്കൻ കട്ട്ലേറ്റ്. എല്ലാവരും കഴിച്ച എക്സ്പീരിയൻസ് ഉള്ള കട്ട്ലേറ്റ് തന്നെയാണ്. പക്ഷെ നമ്മൾക്ക് മാർക്കറ്റ് കിട്ടുന്നത് മറ്റേതാണ്, കടിക്കാൻ കുറച്ചുകൂടി വലിയ ചിക്കന്റെ പീസസ് ഇല്ല, ഷൗട്ടല്ലേ ഞാൻ പറയാ. അല്ല, അബദ്ധം പറയണ്ടെന്ന് വെച്ചിട്ട് കാലം കിടക്കൂ. ചിക്കന്റെ ലെങ്തി ഉള്ള പീസായിട്ടായിരിക്കും കൂടുതൽ വരുന്നത്. പിന്നെ ചില ബേക്കേഴ്സിൽ മാത്രമാണ് ഭയങ്കരമായിട്ട് നമ്മള് വലിയ ഹോട്ടലിലൊക്കെ പോകുമ്പോ മസ്കറ്റ് ഹോട്ടലൊക്കെ കിട്ടുമല്ലോ. അവര് മസ്കറ്റിൽ പോയിട്ടുണ്ട് ഇല്ലാത്ത അല്ല, മസ്കറ്റ് ഹോട്ടൽ. അപ്പൊ അതിൽ നല്ല ഗ്രൈൻഡ് ചെയ്ത് കിട്ടൂല വലിയ. അതാ ഉണ്ടാക്കിയത്. ഇതെങ്ങനെ ഞങ്ങളുടെ അപ്പുറത്ത് ചന്ദ്രേട്ടന്റെ ചായക്കടയിൽ ഇങ്ങനെ യൂട്യൂബിൽ നോക്കിയുണ്ട്. നിങ്ങൾ ഇവിടെ ചെയ്തത് എങ്ങനെയാന്ന്? അല്ല, ചിക്കൻ ആദ്യം വേവിച്ചതിന് ശേഷം നന്നായിട്ട് അത് മിക്സിലിട്ട് ഗ്രൈൻഡ് ചെയ്തു. ഇല്ല അല്ല അല്ല ചിക്കൻ കുരുമുളക് ഉപ്പിട്ട് ഞങ്ങളൊന്ന് വേവിച്ചെടുത്തു. എന്നിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തു. പൊട്ടറ്റോ നന്നായിട്ട് വേവിച്ച് അതും സ്മാഷ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് ഒരു മിക്സിംഗ് ഉണ്ടാക്കി. അല്ലാതെ വെളുത്തുള്ളി, ഇഞ്ചി, സവാള, പച്ചമുളക്, കറിവേപ്പില, ഗരം മസാല, പെപ്പർ, ഇതെല്ലാം കൂടെ മിക്സിയിലെടുത്തു. സവാളയൊക്കെ അരിഞ്ഞിടുകയല്ലേ ചെയ്തത്? അരിഞ്ഞിട്ടു. അതെ. എന്നിട്ട് നല്ല ബ്രൗൺ കളർ ആയ സമയത്ത് നേരത്തെ ഉണ്ടാക്കി വെച്ചതും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കുഴച്ച് കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് അത് റൗണ്ട് ഷേപ്പ്. ഇത് നമ്മള് വേറെ എടുത്തു പറയുന്ന കാര്യം, നമ്മൾ അച്ചിലല്ല ഉണ്ടാക്കിയത്, കൈ കൊണ്ട് അല്ല. കടയിലൊക്കെ അച്ചിൽ വെച്ചിട്ടുണ്ടാക്കണം. ലവ് ഷേപ്പിൽ കിട്ടും, അല്ലാതെ കിട്ടും. നമ്മൾ കൈ കൊണ്ട് തന്നെ റൗണ്ട് ആക്കി അത് മുട്ടയിലിട്ട് ക്രംസിലിട്ട്. ഓക്കേ, ഈ കട്ട്ലറ്റ് വന്ന വഴി നമ്മൾ അറിഞ്ഞു, ഇനി പോണ വഴിയാണ്. ആദ്യം സ്വാഭാവികമായിട്ടും ദീപൻ ദീപ്സും നല്ല മണമുണ്ട്, നല്ല ചിക്കൻ്റെ മണമുണ്ട്. ആ ചിക്കൻ നല്ല ആ ഫ്ലേവർ നല്ല ഉണ്ട്.
ഇരുന്നോളൂ, ദീപൻ ഇരുന്നോളൂ പ്ലീസ്. ക്രിസ്ജിയും ദിവ്യ ചേച്ചി. ഓക്കെ, താങ്ക് യു. താങ്ക് യു. പ്ലീസ് ഇരുന്നോളൂ. അടുത്ത ടീം കൂടെ വരൂ, നോക്കാം. ബീന ആന്റണി. പ്ലീസ്. നമ്മള് നാദര പറയുന്നേ കട്ട്ലറ്റ് ഇതാണ്, കട്ട്ലറ്റ് ഇതാണ്. മറ്റേക്ക് അറിയില്ല. മറ്റേത് ഓക്കെ, മാർക്ക് ഇട്ട് കഴിഞ്ഞു. പിന്നെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. ഞങ്ങൾ പറയട്ടെ, നല്ല കട്ട്ലറ്റ് ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞങ്ങൾക്ക് തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു കട്ട്ലറ്റിന്റെ ഫ്ലേവർ നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് സന്തോഷിക്കാൻ ആ പറ്റും. ചിക്കൻ കട്ട്ലറ്റ് അല്ലേ, ചിക്കൻ ഓഫ് കോഴ്സ് നല്ലൊരു ടേസ്റ്റ് അല്ലേ നമുക്ക് കഴിക്കുമ്പോൾ. ഭയങ്കര അതിന്റെ എല്ലാ ചേരുവകളും ഉണ്ട്, ഒന്നും മുന്നിൽ നിൽക്കുന്നില്ല. അപ്പോൾ ഒരു എന്താ പറയാ, ഒരു നല്ലൊരു കട്ട്ലറ്റ് കഴിച്ച പോലെയാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. ഓക്കെ, ഗുഡ്. നവീൻ ചേട്ടൻ്റെ അഭിപ്രായം? അല്ല, അതാ ഞാൻ പറഞ്ഞത്, ഇറച്ചി പരിപ്പുട പോലെ തോന്നും പെട്ടെന്ന് നോക്കും, എന്നാലും ടേസ്റ്റ് വൈസ് വെച്ചിട്ട് വെരി നൈസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. യമുന. ഇത് ശരിക്കും നമ്മളിതിൽ ചിക്കൻ, ഞാൻ ആദ്യമേ പറഞ്ഞു ആ മണമുണ്ട് ചിക്കൻ്റെയൊക്കെ. പക്ഷെ ചിക്കൻ എനിക്ക് തോന്നുന്നു ആദ്യം കുക്ക് ചെയ്തപ്പം വേവാത്തയാണോ അതോ നിങ്ങൾ മിക്സ് ചെയ്തപ്പോൾ ഉള്ളതെന്ന് എനിക്കറിയില്ല. ഒരു പരിപ്പ് മിക്സായ ടേസ്റ്റ് ഉണ്ട്. നമ്മൾ കടലപ്പരിപ്പ് ചേർത്തിട്ടില്ല, ഇല്ല. അപ്പോൾ അതാ എനിക്ക് തോന്നുന്നു ആദ്യം ചിക്കൻ കുക്ക് ചെയ്ത സമയത്ത് നല്ലതായിട്ട് കുക്കായിട്ടില്ല. അല്ലാതെ നിങ്ങൾ, എനിക്കറിയില്ലത് എന്താ ഹാഫ് കുക്ക്ഡിൽ ഗ്രൈൻഡ് ചെയ്തത് കൊണ്ടാണോ എന്നും എനിക്കറിയില്ല. എന്തായാലും ആ ഒരു പരിപ്പ് വടയുടെ, അല്ല പരിപ്പ് വട എന്ന് പറയാൻ പറ്റില്ല, ആ ഒരു പരിപ്പിൻ്റെ ടേസ്റ്റ് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു. എന്നുവെച്ചാൽ അത് ചിക്കൻ കുറച്ചുകൂടെ ഒന്ന് വേവണമായിരുന്നോ, ഡ്രൈ ആവണമായിരുന്നോ, എന്തോ ഒന്ന് തോന്നി അതിൽ. ആ ടേസ്റ്റിൽ ഇത്തിരി കൂടി ഒന്ന് വേവണമായിരുന്നോ, കുറച്ചുകൂടെ ആ ഒരു, അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഉള്ളു വേവാതെ ആ പരിപ്പിന്റെ മാവിന്റെ പോലെ ഒരു ടേസ്റ്റ് ഫീൽ ചെയ്തു. ദീപൻ ചേട്ടൻ. സെയിം എനിക്കും തോന്നി, കുറച്ചുകൂടെ കുക്ക്ഡ് ആവണമെന്ന് തോന്നി. അപ്പോൾ അത് തന്നെയാണ് ഞാനിവിടെ നിന്ന് ചേച്ചി ഞാനിവിടെ സംസാരിച്ചു. കാരണം ഇവർ മിക്സ് ഗ്രൈൻഡ് ചെയ്യുന്ന സമയത്ത് ആ വേവ് കുറഞ്ഞു പോയത് കൊണ്ട് ചിലപ്പോൾ അത് ഗ്രൈൻഡ് ചെയ്തപ്പോൾ ഒരു മാവിൻ്റെ ഒരു സംഭവം പോലെ തോന്നുന്നതാണോ. പിന്നെ മസാല കുറച്ചുകൂടെ വേണമെന്ന് എനിക്ക് തോന്നി അതിനകത്ത്. എനിക്ക് തോന്നുന്നത് ഈ ചിക്കൻ കറക്റ്റ് വേവ് ആവുന്നതിന് മുമ്പ് നിങ്ങൾ ഗ്രൈൻഡ് ചെയ്തത് കൊണ്ടാണോ ആ മസാല പിടിക്കാത്ത പോലെ മാവായിട്ട് തോന്നുന്നത്. താങ്ക് യു. ഫസ്റ്റ് കണ്ടപ്പോൾ അത് ഒരു പരിപ്പ് വടയായിട്ട് തോന്നി. പിന്നെ അത് കണ്ടപ്പോൾ തോന്നി. പിന്നെ പൊട്ടിച്ചപ്പോൾ നമ്മൾ പരിപ്പ് വട തണുത്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു ഫീലാണ് അതിനകത്ത് കിട്ടിയത്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇപ്പോഴും എനിക്ക് എന്തോ തേങ്ങ ചെറിയ അത് കടിക്കുന്ന മാതിരി ഒരു ഫീൽ. അത് ചിക്കൻ വേവാത്തതിന്റെ ആണോ ഇതോടെ ചിക്കനോട് മിക്സ് ആയപ്പോൾ തോന്നുന്ന ഒരു ഫീലാണ് തേങ്ങയുടെ. ടേസ്റ്റ് കുഴപ്പമില്ല. അത്രയും. ഓക്കെ, താങ്ക് യു സോ മച്ച്. പ്ലീസ്. മിൽമ പ്രസൻസ് ഫിറ ഫുഡ് സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3 പവർഡ് ബൈ അമൃതവേണി KSFE ആൻഡ് നമ്മുടെ രാമചന്ദ്രൻ. നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അറിഞ്ഞല്ലോ നമ്മൾ കട്ട്ലറ്റാണ് അല്ലേ. അപ്പോൾ കട്ട്ലറ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സാധാരണ നമ്മൾ ഫിഷ്, ബീഫ്, മീറ്റ് അങ്ങനെ പല എല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ആദ്യം വിചാരിച്ചു ചെമ്മീൻ കട്ട്ലറ്റ് ഉണ്ടാക്കി. പിന്നെ നമ്മൾ അന്ന് ബീഫ് കട്ട്ലറ്റ് ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പം നമ്മൾ വിചാരിച്ചെന്ന് പറയുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു നല്ല കട്ട്ലറ്റ് നമ്മൾ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള കട്ട്ലറ്റ്. സ്പ്രൗട്ട്സിൻ്റെ മുളപ്പിച്ച പയറ്, മുളപ്പിച്ച കടല, അങ്ങനെ 2-3 ഐറ്റംസാണ് കിട്ടിയിരിക്കുന്നത്. അതെല്ലാം വെച്ചിട്ട് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് സൂപ്പർ കട്ട്ലറ്റ് ഉണ്ടാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആയിട്ട് ഞാൻ ഒന്നുകൂടി പറയട്ടെ. വന്നിട്ട് 2 പയർ, പച്ചപ്പയറും ഉണ്ട്, മറ്റേ ചുവന്ന പയറും മുളപ്പിച്ചതുണ്ട്, കടല മുളപ്പിച്ചതുണ്ട്. ഈ സാധനമാണ് നമുക്ക് സ്പ്രൗട്ട്സ് കിട്ടിയിരിക്കുന്നത്. ബ്രെഡ് ക്രംസ് ഉണ്ട്, പുതിനയുണ്ട്,
അല്ല പുതിനയല്ല, ഇത് മല്ലിയില, പുതിന, ഉപ്പ്, ഗാർലിക്, നല്ല ചോപ്പ് ചെയ്തത് വളരെ പൊടിയായിട്ട്, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ഇത് ഗരം മസാല, ഇത് കോൺഫ്ലോർ, നമ്മൾ ഒനിയൻ കുഞ്ഞതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി, പിന്നെ കുരുമുളക് പൊടി, പച്ചമുളക്, നാരങ്ങ, മീറ്റ് മസാല, ഓയിൽ, പിന്നെ പൊട്ടറ്റോ പുഴുങ്ങിയത്. ഓക്കെ, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. നമുക്ക് പെട്ടെന്ന് നമുക്ക് ഇതിനൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കുറച്ച് മാറിയിട്ടെ, അത് നമുക്ക് ഇതിനെ സവാള ഇതൊക്കെ വഴറ്റിയിട്ട് നമുക്ക് ഇതിലേക്ക് ഇടാം. ഓക്കെ, അപ്പം ഞാൻ കുറച്ച് എന്താ പറയുക വെജിറ്റബിൾ ഓയിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അത് ഇത് രണ്ട് സൈഡും പരിപാടി നടക്കട്ടെ. നീ പതുക്കെ അതിന് വളരെ പതുക്കെ ഒരു പുതിയത് ഫ്രൈ ചെയ്തെടുക്കും കേട്ടോ. അപ്പം ഞാൻ അതിലേക്ക് ഇതാ നമ്മുടെ ഫൈൻ ചോപ്ഡ് ഒനിയൻ ഇട്ട് കൊടുക്കുകയാണേ. സോട്ടായിട്ട് വരുമ്പോഴേക്കും ലോ ഫ്ലെയിമിൽ മതിയല്ലോ. മതി. ലാസ്റ്റ് നമുക്ക് ഉപ്പ് നോക്കാം. അപ്പോൾ ഇതൊന്ന് ആയി കഴിഞ്ഞിട്ട് ലാസ്റ്റത്തെ നമ്മുടെ ഇതെല്ലാം സ്മാഷ് ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷമുള്ളത് നമുക്ക് ഉപ്പൊക്കെ ഇതത് റെഡിയാക്കുന്ന സമയത്ത് നമുക്ക് ഇതിനെ സ്മാഷ് ചെയ്ത് വെക്കാം. ഇതിൻ്റെ അകത്ത് എഗ്ഗൊന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ. എഗ്ഗ് ഉപയോഗിക്കുന്നില്ല. ഇല്ല, എഗ്ഗ് വേണ്ട. എഗ്ഗിൻ്റെ കോട്ടിംഗ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് വേണ്ട. ഞാനിതിന് വെറുതെ ഇത്തിരി കോൺഫ്ലോറും ഒരു ഇത്തിരി ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് അങ്ങനെ അങ്ങോട്ട് ഷാലോ ഫ്രൈ ചെയ്യുന്നില്ല, ഡീപ്പ് ഫ്രൈ ചെയ്യുന്നില്ല, ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഓക്കെ, അതിലേക്ക് നമ്മൾ നല്ല ചോപ്പ് ചെയ്ത കുറച്ച് ഇതാക്കി വെളുത്തുള്ളി കേട്ടോ, അത് നല്ല ചോപ്പ് ചെയ്ത കുറച്ച് ഇഞ്ചി ഒന്നും അധികം കടിക്കാൻ. ഇത് നമുക്ക് ഫ്രൈ ചെയ്യാനുള്ളത് കൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്താൽ മതി കേട്ടോ. ഈ സ്പ്രൗട്ട്സിന്റെ കട്ട്ലറ്റ് ഉണ്ട്, ഞാൻ പൊതുവെ ഇവിടെ അങ്ങനെ അധികം കേട്ടിട്ടുണ്ടോ? അതാണ് ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നു. റീന ബഷീറില്ലേ, ആർട്ടിസ്റ്റ്, അവളാണ് കേട്ടോ എനിക്ക് എൻ്റെ റെസിപ്പി തന്നത്. അവൾ എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞേ, അവളോട് ഞാൻ ചോദിച്ചു, അവൾ വലിയ കുക്കാണല്ലോ, ഷെഫാണ് അവൾ. അപ്പോൾ ഞാൻ പറഞ്ഞടി ഞങ്ങൾക്ക് എനിക്കൊരു സ്പെഷ്യൽ ഒരു സാധനം എനിക്കൊന്ന് പറഞ്ഞു തരുമെന്ന് വെച്ചപ്പോൾ അപ്പോൾ അവളാണ് എനിക്ക് ഇത് ഉപദേശിച്ചു തന്നത്. ഏത് എരിവിന് നമ്മൾ ഇടുന്നത് കുരുമുളകും പച്ചമുളകും മാത്രമാണ്. പിന്നെ കട്ട്ലേറ്റൊന്നും നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതുകൊണ്ട് അധികം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സ്പൈസി ആവേണ്ട ആവശ്യമില്ല. മീറ്റ് ആണെങ്കിൽ കുറച്ച് കൂടുതൽ ഇക്കണം. ഈ കടലയൊക്കെ ഈ കടലയ്ക്ക് ഭയങ്കര ടേസ്റ്റുള്ള സാധനമല്ലേ, കടലയും പയറൊക്കെ എന്ത് ഹെൽത്തിയാണെന്ന് ആലോചിക്കണം. മുളപ്പിച്ച സാധനങ്ങൾക്കുള്ള ഒരു ഗുണങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ചൊന്നും പറയണ്ട. അത് പിന്നെ കടലയ്ക്ക് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാം പയർ ഈ പറയുന്ന പോലെ സ്ഥിരം പറയുന്ന പോലെ ഹൈ പ്രോട്ടീൻ ആണ്, അതുപോലെ ഫൈബർ ഉണ്ട്, പിന്നെ ഒരുപാട് മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇടുകയാണ്. ഓക്കെ, ഗരം മസാല കേട്ടോ. ഗരം മസാലക്ക് ഒരു ടേസ്റ്റ് വേണം ഇതിൽ, കാരണം ഫ്ലേവർ വേണം. കുറച്ച് കുരുമുളക് പൊടി, കാരണം ഒരു 2 പച്ചമുളക് ഇട്ടിട്ടുള്ളൂ. പിന്നെ നമ്മുടെ കുറച്ച് മീറ്റ് മസാല ഇടുന്നുണ്ട്, കാരണം ഇത് വെജ് അല്ലേ, അപ്പോൾ ആ ഒരു ടേസ്റ്റ് എന്തെങ്കിലും നമുക്കൊരു ഫ്ലേവർ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് മീറ്റ് മസാലയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഒരു സ്പൂണോളം മീറ്റ്, ആ ഒരു ഫ്ലേവർ അത് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നോക്കട്ടെ, ലാസ്റ്റ് നമ്മളിത് പിടിച്ച് നോക്കുമ്പോഴേ എൻ്റെ ആ ബാറ്ററിനെ അതിന് എന്തുമാത്രം ടേസ്റ്റ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, മല്ലിയില, ഫുള്ള് പുതിനയില കിട്ടും, ഇടും. ഇതിനെ ശരിക്കും കുക്കായിട്ട് വരണം, എന്നിട്ട് അല്ലെങ്കിൽ മറ്റേ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. പകുതി മുക്കാൽ വേവ് നമ്മൾ ഇതിൽ കഴിയണം, അല്ലെങ്കിൽ ഒരു പച്ച ചോദിക്കും. ഹലോ, ഹായ്, നിങ്ങൾ എത്ര നാളായിട്ട് നിങ്ങളെയാണ് വേണ്ടത്. പക്ഷെ അന്വേഷിച്ചിരിക്കുമ്പോ കയറി വരുമ്പോൾ ഉണ്ടാകുന്ന സുഖവും സന്തോഷവും സംതൃപ്തി ഉണ്ടല്ലോ. അല്ല, അത് മാത്രമല്ല നിങ്ങൾ ഉണ്ടാക്കുന്ന ഡിഷിൽ ഞങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. അവിടെ വന്ന് കണ്ടാലും മതി, കഴിച്ചാലും മതി. ടാസ്ക് ഇതെന്താ സാധനം എന്ന് പറയാം? ക്യാബേജ് ഉപ്പേരി. കറക്റ്റ്. അടുത്തത് കഴിച്ചിട്ട് പറഞ്ഞേ.
അപ്സര കൂടെ ഇതിന്റെ കൺസിസ്റ്റൻസി Consistency നിന്റെ എനിക്ക് പോകരുത് consistency. വാക്ക് വിട്ട് പോലും നീ അല്ല കഴിച്ചു കനീഷിന്റെ കഴിച്ചു നീ ഒന്ന് മണത്ത് ഓ എന്റെ ദൈവമേ നിന്നോട് ജഡ്ജ് ചെയ്യാനല്ല പറഞ്ഞത്. ഏ? ആ കറക്റ്റ് ഒരു മാർക്ക് വരുന്നുണ്ട് തേങ്ങ കറക്റ്റ് അത് പോയി ആ ഒരു മാർക്ക് പോയി എടാ കടല കറക്റ്റ്. കടല കറക്റ്റ് ചെറുപയറ് യെസ് പയറ് അത് 3 പയറ് ബിണ്ടാണ് മുളപ്പിച്ച സ്ഥലം. മുളപ്പിച്ചത് ഒരു മെയിൻ സാധനം കൂടി കണ്ടന്റ് കൂടി വരാനുണ്ട് പൊട്ടേറ്റോ പൊട്ടറ്റ് ചേർത്തിട്ടില്ല. ബ്രെഡ് ക്രംസ് ദാ. അത് വൈറ്റ് ആണ് അത് അതിന് പുറത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്യുക, ഷാലോ ഫ്രൈ ചെയ്യുക. ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ മുട്ട യൂസ് ചെയ്യുന്നു പിന്നെ എങ്ങനെ നിങ്ങൾ ഇത് ഷാലോ ഫ്രൈ ഇതിന് ജസ്റ്റ് ഷേപ്പ് ഉണ്ടാക്കി എടുക്കുക, ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. ഇത് ഓൾറെഡി കുക്ക്ഡ് ആണ്. ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഡീപ്പ് അതിലും എണ്ണ ഒരുപാട് ഉപയോഗിക്കുന്നില്ല. ജസ്റ്റ് ഇങ്ങനെ നോർമലി നമ്മൾ കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ ഡീപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് അതും ചെയ്യുന്നില്ല. നമ്മൾ നന്നായിട്ട് ഇത് കുക്കായി ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. എനിക്ക് തോന്നുന്നത് നമ്മുടെ സെലിബ്രിറ്റി കിച്ചൺ മാജിക് കാണുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീട്ടിൽ ഇതുപോലെ വൈകുന്നേരങ്ങളെ ഏറ്റവും രുചികരമാക്കാനായിട്ട് ഹെൽത്തിയാക്കാൻ നിങ്ങൾക്ക്. അല്ല അത് മാത്രമല്ല അനുഷേട്ടാ, നമ്മളൊരു ഫുഡിന്റെ ഇത് പറയുമ്പോഴേ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യം ചോദിക്കും. കൂടുതലും ചെയ്യുന്നത്. ഇപ്പൊ നോർമലി എല്ലാവരും കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആയി കഴിഞ്ഞു. ഇന്നത്തെ ഹെയർ സ്റ്റൈൽ ഒക്കെ വേറെ സ്റ്റൈൽ. എന്നും അങ്ങനെ കണ്ടു മടുത്തെടുക്കാം. അപ്പോൾ വെറുതെ രസം അല്ലേ? ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ കോമാളിത്തരമൊക്കെ കാണിക്കാൻ പറ്റുള്ളൂ. നന്നായിട്ടുണ്ടല്ലോ പറഞ്ഞേ, ഭംഗിയുണ്ട് പറഞ്ഞതാ. ഓക്കെ ആയിക്കോട്ടെ. അങ്ങനെ വേണ്ട. നീ നന്നായിരിക്കുന്നതാ. എപ്പോഴും സുന്ദരനാണ്. ഒരേപോലെ കോസ്റ്റ്യൂം തന്നെ ഞങ്ങൾ സുന്ദരനാണല്ലോ. പുറത്തുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡും ആ സ്റ്റൈലും ഒക്കെ അത്രയും വേണോ വാ തുറക്കരുത്. സംസാരം തന്നെ സംസാരം വാ തുറക്കണം എന്ന് പറഞ്ഞാൽ വാ തുറക്കും ഓക്കെ, അപ്പൊ നിങ്ങള് എന്തായാലും കഴിഞ്ഞ പറഞ്ഞതിനോട് എനിക്ക് സോറി അപ്സര, ഞാൻ നിന്നോട് വിട്ടോ ഓടിക്കോളുന്നു പരിസരത്ത് കണ്ടുപോയി. ഞാൻ ഇതിനെ ഡീപ്പ് ഫ്രൈ ചെയ്യുന്നില്ല. അപ്പോൾ ഓയിൽ വളരെ കുറച്ച് നമ്മളിത് കുടിക്കുന്നത്. വളരെ കുറച്ചെന്ന് വെച്ചാൽ ഷാലോ ഫ്രൈ ചെയ്ത് അപ്പുറത്തും ഇപ്പുറത്തോട്ടും ജസ്റ്റ് ഒന്ന്, കാരണം ഓൾറെഡി കുക്കായത്. ഇനി ഇതിനകത്ത് കുക്കിംഗ് ഇതില്ല സംഭവം. ഓക്കെ കഴിഞ്ഞു. പൊട്ടേറ്റോ കൂടെ ആഡ് ചെയ്യുക. അതെ അത്രേ ഉള്ളൂ. അപ്പം ഞാനിത് ഓഫ് ചെയ്യണേ കേട്ടാ. ഓക്കെ ഓക്കെ. അപ്പം ഇതിലേക്ക് നമ്മൾ ഈ തണുത്ത് കഴിഞ്ഞ് ഇതിലേക്ക് കുറച്ച് കോൺഫ്ലോറിന് പൊടി അറിഞ്ഞൂടെ മറ്റേ അതിലൊരു ഒരു ക്രിസ്മസ് ഇട്ടാനിടാ. അപ്പം അതിന് ഇത് സ്മാഷ് ചെയ്ത് എടുക്കണം. ഇതിലൂടെ ഇങ്ങനെ ആക്കി എടുക്കുന്നത് ഇപ്പം അതൊക്കെ കേട്ടോ. ഇത് നന്നായിട്ട് തണുത്തു. കൈയൊക്കെ നല്ല വാഷ് ചെയ്തു കേട്ടോ. ഇത് പിടിക്കട്ടെ. ഇത് ബ്രെഡ് ക്രംസിൽ നമ്മൾ ഇത് ചെയ്യണം കേട്ടോ. ഇനി ഇല്ലേടാ നമ്മൾ മുട്ട യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ ആദ്യമായിട്ടുണ്ട് ചേച്ചി കാണുന്നത് മുട്ടയില്ലാതെ നമ്മൾ കട്ട്ലറ്റ്. നമുക്ക് എപ്പോഴും മുട്ടയിൽ ഡിപ്പ് ചെയ്യാം. അപ്പം ഞങ്ങളുടെ സ്പ്രൗട്ട് കട്ട്ലറ്റ് റെഡി. കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ, കുടിച്ചേ. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ഒരു എഗ്ഗ് ഉപയോഗിക്കാത്തതുകൊണ്ടേ അത് നമുക്ക് ആ ഷേപ്പാക്കി എടുക്കാൻ കുറച്ച് ഞങ്ങൾ പണിപ്പെട്ടു. കാരണം പൊട്ടാതെ, കാരണം പൊട്ടിയൊക്കെ പോകും, കാരണം ആ ഒരു പിടുത്തം കിട്ടില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഞങ്ങൾ നല്ല കഷ്ടപ്പെട്ടു അല്ലേ. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ സ്പ്രൗട്ട് കട്ട്ലറ്റ് റെഡി. ഓക്കെ, താങ്ക് യു. Milma presents Fira Food Celebrity Kitchen Magic Season 3. Powered by Amruthavedi KSFE and നമ്മുടെ രാമചന്ദ്രൻ. അനീഷേട്ടാ, അതിവാശിയേറിയ എനിക്ക് അങ്ങനെ തോന്നുന്നു. സാധാരണ ഷെഫ് വന്ന് നമ്മൾക്ക് ഇങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഇത് പറയണേക്കാട്ടിലും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി അല്ലേ ഞാൻ നിങ്ങൾ ആദ്യമൊക്കെ ഭയങ്കര ടെൻഷൻ ആവണുണ്ടപ്പോ ഞാൻ പ്രതീക്ഷിച്ചില്ല നിങ്ങൾ ഇത്രയും ആധികാരികമായിട്ട് ഇങ്ങനെ ഭയങ്കര എന്റെ ടെൻഷൻ അതിൽ മറ്റെന്തെങ്കിലും ഷോയിൽ ഇവരെ ജഡ്ജായിട്ട് വിളിക്കുന്നു. നമുക്ക് ആളെ കിട്ടാതെ പാചകശാലയോട് ആളെ കിട്ടില്ല എന്നുള്ളതാണ്. എന്നാലും ഒരു കട്ട്ലറ്റും കൂടെ ഉണ്ട് അയ്യോ ഞങ്ങളുടെ എന്തായാലും വേണം.
അല്ല വേണം കാരണം അത് കണ്ടപ്പോ പോട്ടെ എടുത്തിട്ട് പൊയ്ക്കോ. വരട്ടെ? വാ വാ കൊണ്ടുവാ. അങ്ങനെ നമ്മളെവരും പ്രതീക്ഷിച്ചിരുന്ന പ്രോട്ടീന്റെ കണ്ടന്റ് ഉള്ള എന്തോ സംഭവമായി. അതെ അതെ, നവീൻ വന്നാ പ്രോട്ടീനാ. ആ തീർച്ചയായും പ്രോട്ടീൻ അല്ല ഇത് നവീന് മാത്രം കൊടുക്കരുത് ഇതിൽ കുറച്ച് എന്റെയും കൂടി ഇത് ചേച്ചിയും പ്രോട്ടീൻ ആണോ? ഞാനും പ്രോട്ടീൻ കുറച്ചെങ്കിലും കാർബോഹൈഡ്രേറ്റ് വേണം നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു. അല്ല ഈ കട്ട്ലറ്റ് അതുപോലത്തെ ഒരു കട്ട്ലറ്റ് തന്നെ സ്പ്രൗട്ട്സ് കട്ട്ലറ്റ് ആണ്. നീ അപ്പൊ ഇതിന്റെ ഒരു കാര്യം പറയാം ഞങ്ങളുടെ മേടിച്ച് മാറ്റിയെടുത്ത് സത്യം ഞാൻ ഇറച്ചിയും ബീഫും ഇതൊക്കെ തിന്നോണ്ടിരുന്ന എന്നെ പ്രോട്ടീൻ കണ്ടന്റ് ആക്കി മാറ്റിയത്. അതെ ഞാനേ ഇറച്ചിയും ബീഫും പ്രോട്ടീനാണ്. എന്തോ ആയിക്കോട്ടെ അത് ഞാൻ ചേച്ചി വേറെ കാര്യം പറയട്ടെ. കഴിഞ്ഞ ദിവസം ഞാൻ വിഷ്ണുവിന്റെ അടുത്ത് 2 മണിക്കൂർ ഇരുന്ന് വീട്ടിൽ ചെന്ന് തൂക്കി നോക്കിയപ്പോൾ 1.5 കിലോ കുറഞ്ഞു. ഡേറ്റ് പോയി. കാരണം ഡയറ്റ് വേണം. ഡയറ്റ് അത് ഞാൻ ഓൾറെഡി അത്യാവശ്യം ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്ന ആളാണ്. ഭയങ്കര പക്ഷെ എന്നിട്ട് തന്നെ 1.5 കിലോ കുറഞ്ഞു. അത് തന്നെ നല്ലതാണ്. മേലിൽ ആവർത്തിക്കരുത്. Okay, അപ്പൊ നമ്മള് കട്ട്ലറ്റിനെ അത് കുറിച്ച് പറട്ടെ ഇത് കട്ട്ലറ്റ് ഉണ്ടാക്കാൻ ഇങ്ങനെ ഒരു ഇത് വന്നപ്പോ ഞങ്ങൾ ഓൾറെഡി ബീഫ് കട്ട്ലറ്റ് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നമ്മള്. അപ്പൊ ഇത് എന്തുണ്ടാക്കും അപ്പൊ പിന്നെ നോൺ വെജിലേക്ക് പോകണ്ട ചെമ്മീൻ എന്നൊക്കെ ആദ്യം ഞാൻ വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു റീന ബഷീർ എന്റെ ഫ്രണ്ടാണ് ക്ലോസ്, അവളെ വിളിച്ചിട്ട് ഞാനിങ്ങനെ അവള് വലിയ കുക്കൊക്കെയാണ്. അപ്പൊ അവളോട് ഞാൻ പറഞ്ഞു ഒരു വെറൈറ്റി ഒന്ന് പറഞ്ഞു തരാൻ എന്തെങ്കിലും. അപ്പൊ അവള് പറഞ്ഞു നീ സ്പ്രൗട്ട് കട്ട്ലറ്റ് ഉണ്ടാക്ക്, നല്ലതാണ് ഞങ്ങൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അയ്യോടി അത് ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും, ടേസ്റ്റ് സംഭവം ഉണ്ടല്ലോ, നീ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ കുറച്ച് ഇതൊക്കെ ഇട്ട് ഉണ്ടാക്കി വീട്ടിൽ ചെയ്ത് നോക്കി. അല്ല അത് ഒരു കാര്യത്തിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യം വെച്ചാൽ നമ്മള് അത് വളരെ എനിക്ക് തോന്നിയ ഒരു കാര്യം വെച്ചാൽ നമ്മളെപ്പോഴും എന്ത് കാര്യം ചെയ്യുമ്പോഴും കുറച്ച് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മുടെ മിക്കവാറും കണ്ടസ്റ്റൻസ് അത് ചെയ്യുന്നുണ്ട്. അത് വലിയ സന്തോഷമാണ്. അപ്പൊ അങ്ങനെ ചെയ്തു. അപ്പൊ പിന്നെ ഞാനും ആലോചിച്ചു ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് ശരിക്കും ചെയ്തു കൊടുക്കാൻ പറ്റിയ ഒരു സാധനമാണ്. നല്ല എന്താ പറയാ ഹെൽത്തിയാണ്, പിന്നെ ടേസ്റ്റും ഉണ്ട്. എന്തൊക്കെയാണ് ചേർത്തിരിക്കുന്നത്? മുളപ്പിച്ചതാണല്ലോ സ്പ്രൗട്ട്സ് എന്ന് പറഞ്ഞാല്. അപ്പൊ കടല മുളപ്പിച്ചതുണ്ട്, 2 പയറും, വലിയ പയറും ചെറിയ പയറും. എന്തൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷെ നമുക്ക് കിട്ടിയത് ഈ 3 പയറേ ഉള്ളൂ, 3 മുളപ്പിച്ചതേ ഉള്ളൂ. അത് വെച്ചിട്ട് നമ്മള് ഒരു കട്ട്ലറ്റ് ബാക്കി ചേർത്തത് നമ്മുടെ കട്ട്ലറ്റ്സിന്റെ ബാക്കി സാധനങ്ങൾ തന്നെ, ഗരം മസാല. ഇനി പിന്നെ അതിനകത്ത് ഇത്തിരി ടേസ്റ്റ് മേക്കർ ആയിട്ട് മീറ്റ് മസാല കുറച്ചിട്ടു. ബാക്കിയെല്ലാം കുറച്ച് മഞ്ഞപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, പച്ചമുളക് ഇത്തിരി ഇഞ്ചി, ഇത്തിരി വെളുത്തുള്ളി, പുതിന കുറച്ച്, മല്ലിയില കുറച്ച്, അതിനേക്കാൾ കുറച്ചും കൂടി ഇട്ട് പൊട്ടറ്റോ സ്മാഷ് ചെയ്തിട്ട് അതിനകത്ത് തന്നെ പിടിച്ചു. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുട്ട ആഡ് ചെയ്തിട്ടില്ല. മുട്ടയിൽ മുക്കിയില്ല, അല്ലാതെ തന്നെ ഞാൻ ബ്രെഡ് ക്രംസിൽ ജസ്റ്റ് എടുത്ത് പിന്നെ ഷാലോ ഫ്രൈ ചെയ്തു, ഡീപ്പായിട്ട് ചെയ്തില്ല. കാരണം ഓൾറെഡി കുക്ക്ഡ് ആണല്ലോ എല്ലാം ഞാൻ നന്നായിട്ട് കുക്ക് ചെയ്ത് എടുത്തിട്ടാണ്. പുഴുങ്ങിയിട്ട് എടുക്കായിരുന്നു? അല്ല ഞാൻ ഇതിനെ കുറച്ച് ഇത് മിക്സിയിൽ ഒന്ന് ഇത് ചെയ്തിട്ട് ഞാൻ അതിനെ നന്നായിട്ട് കുക്ക് ചെയ്തു. ഈ മസാലാസ് ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്ത് അതെ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് ചെറുതായിട്ടൊന്ന് നന്നായിട്ട് വേവിച്ചെടുത്തു. കാരണം അത് വേവണമല്ലോ സാർ, അങ്ങനെ വേവിച്ചെടുത്തിട്ട് പിന്നെ ഫ്രൈ. വരും നാദിരയും വിഷ്ണുവും. താങ്ക് യു. നല്ലതായുണ്ടോ? ഓക്കെ. അഭിപ്രായങ്ങൾ. ഓക്കെ, നിങ്ങളുടെ ടാർഗറ്റഡ് ഓഡിയൻസ് എനിക്ക് തോന്നുന്നത്
കട്ട്ലേറ്റ് ഇഷ്ടപ്പെടുന്ന, പ്രോട്ടീൻ കണ്ടന്റ് ഇഷ്ടപ്പെടുന്ന വെജായിട്ടുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു. അവർക്ക് പെർഫെക്റ്റ് സാധനമാണത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിച്ചതിൽ. കട്ട്ലേറ്റ് വൈസ് നോക്കുമ്പോഴത്തേക്കും എനിക്ക് വെജ് അങ്ങനെ താല്പര്യമില്ലാത്ത ഒരാളാണ്. കൂടുതലും വെജും നോൺ വെജും വെച്ച് അതേ എടുക്കത്തുള്ളൂ. പക്ഷെ ഇത് നോണിന്റെ ഒരു ടേസ്റ്റും കിട്ടി. പക്ഷെ നോൺ അല്ല, എനിക്ക് തോന്നുന്നു മറ്റേ നിങ്ങളുടെ മീറ്റ് മസാലയുടെ അല്ലെങ്കിൽ വെറുതെ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല പച്ച കട്ട്ലറ്റിന്. മീറ്റ് മസാല ടേസ്റ്റ് ആണ്. ഞാൻ അപ്പോൾ കട്ട്ലേറ്റ് ഇഷ്ടപ്പെടുന്ന എന്നാൽ കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള പ്രോട്ടീൻ കണ്ടന്റ് നോക്കുന്ന എനിക്ക് പെർഫെക്റ്റ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. താങ്ക് യു. നാദ്രിക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിച്ചതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു കട്ട്ലേറ്റ്. താങ്ക് യു. ദിവ്യ ഇതുപോലെ തന്നെ എനിക്ക് കട്ട്ലേറ്റിൻ്റെ ഒരു ഫീലല്ല, നമ്മൾ ഈ ചെറുപയറും കടലയൊക്കെ വേവിച്ച് നമ്മൾ രാവിലെ കഴിക്കൂലേ, എനിക്ക് അങ്ങനെ ഒരു ഫീലാണ് അതിനകത്ത്. മീൻസ് അതിനാണ് ചേർത്തത്. ഒരു കട്ട്ലേറ്റ് കഴിക്കുന്ന ഒരു ഫീല് വന്നില്ല. പക്ഷെ ഉപ്പ് ഇതെല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. ആ മസാല മിക്സ് ചെയ്തതും കറക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ ദീപൻ. എനിക്ക് ആദ്യം തന്നെ പറയേണ്ടത്, ഇത് ഒരു പുതിയ ഒരു ഡിഫറെൻറ്റ് സാധനമായിട്ട് അവർ കൊണ്ടുവന്നു. അടിപൊളി, നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു സാധനം. പക്ഷേ എനിക്ക് അടുത്ത് തോന്നിയത് മീറ്റ് മസാല ഇച്ചിരി കൂടിപ്പോയെന്നൊരു സംശയം. മീറ്റ് മസാല ഇച്ചിരി കൂടിപ്പോയി. രണ്ടാമത് കുറച്ചൊരു ബേൺഡ് ഫീലിംഗ് എനിക്ക് തോന്നി. കരിഞ്ഞു ഇച്ചിരി ഒരു. ബാക്കി ഇറ്റ്സ് നൈസ്. ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. ടേസ്റ്റിനൊന്നും ഒരു കോംപ്രമൈസും ഇല്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കങ്ങനെ വലിയ ജാസ്തി മീറ്റ് മസാല, കാരണം അത് ഈ മുളപ്പിച്ച സാധനത്തിൽ കുറച്ച് മസാലയും കൂടെ വന്നാലേ ആ ഒരു പച്ച ഉണ്ടാവും. അല്ലെങ്കിൽ പക്ഷെ ഒരു തോന്നിയ ഒരു കാര്യം എന്താ പറയുക, ഇതിൻ്റെ അത് ഡ്രൈ ചെയ്തപ്പോൾ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയുടെ ആണോന്നറിയില്ല, ശവച്ചിറക്കുമ്പോൾ തൊണ്ടയ്ക്ക് താഴോട്ട് പോയി ഇച്ചിരി സമയം എടുത്തു. അതെ, ഡ്രൈ എനിക്ക് തോന്നി. കുറച്ച് നമ്മളിങ്ങനെ ഇറക്കുമ്പോ ഒരു കട്ടി ഫീൽ ചെയ്തു. അപ്പൊ അതാ കൺസിസ്റ്റൻസി നമ്മൾ എങ്ങനെ അതിനെ മാറ്റിയെടുക്കാന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മനസ്സിലായോ? പ്രത്യേകിച്ച് നമ്മൾ ഈ പയറ് സാധനങ്ങളൊക്കെ ഇരിക്കും തോറും ഡ്രൈ ആവും. നമ്മളിപ്പോ പയറ് പുഴുങ്ങി വെച്ചെന്ന് വെച്ചോ രാവിലെ പുട്ടിന്, പക്ഷെ ഒരു തണുത്ത കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾ ഡ്രൈ ആവും. അപ്പൊ അങ്ങനെയുള്ള സാധനം നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പൊ തണുക്കുകയും ചെയ്തില്ലേ, അപ്പൊ കുറച്ചുകൂടെ അത് കട്ടി. അപ്പൊ നമ്മൾ ഇനി ചെയ്യുമ്പോൾ അതിൽ എങ്ങനെ മാറ്റം വരുത്താന്നുള്ളതൊന്ന് ആലോചിക്കണം. അതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ടേസ്റ്റ് ഒക്കെ പക്ക. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മൾ ഇങ്ങനെ ഒരു സെഗ്മെന്റ് തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞാൽ ശരിയാകുമോ, ഞങ്ങൾ പറഞ്ഞ് തെറ്റായി പോകുമല്ലോ, ഞങ്ങൾക്ക് രുചിയെക്കുറിച്ച് മാത്രമേ പറയാൻ അറിയൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നവരാണ് ഈ പറയുന്നത് മുഴുവൻ. സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അടിപൊളി. അങ്ങനെ വേണം. ചേച്ചിരുന്നു. മിൽമ പ്രസൻസ് ഫിറ ഫുഡ് സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3 പവർഡ് ബൈ അമൃതവേണി KSFE ആൻഡ് നമ്മുടെ രാമചന്ദ്രൻ. എനിക്ക് തോന്നുന്നു കുക്ക് ചെയ്തതിനേക്കാൾ നന്നായി നിങ്ങൾ ജഡ്ജ് ചെയ്തെന്ന് തോന്നുന്നു. ഭയങ്കര കോൺഫിഡൻസോടെ അവർ ചെയ്യും. പക്ഷെ ജഡ്ജ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഒട്ടും കോൺഫിഡൻസ് ഇല്ലാതെ ചെയ്തതാ. പക്ഷെ അല്ലെങ്കിൽ കുറ്റം പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ കുറ്റം പറയാനേ. അപ്പൊ ജഡ്ജ്മെന്റിന്റെ കുറ്റം അത് വേറെ കാര്യമുണ്ട് അനീഷ്. നമ്മള് ഫ്രണ്ട്സ് അല്ലേ, അപ്പൊ നമ്മളൊരു സാധനം ഉണ്ടാക്കുമ്പോ അവര് ഇപ്പൊ എന്ത് പറയുമ്പോ അവരെന്ത് ചിലത് എന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞാണോ, അവരെന്തൊരു അങ്ങനെയൊക്കെ തോന്നുന്നു. അങ്ങനെ വിചാരിക്കുക വേണ്ട. കാരണം നമ്മള് പരസ്പരം ഒരു എന്താ പറയുക, ആരോഗ്യപരമായ ഒരു വിമർശനമാണ്. അങ്ങനെ നിങ്ങൾ ഉണ്ടാക്കിയ വിഭവങ്ങളെ പറ്റി നിങ്ങൾ പരസ്പരം ചർച്ച ചെയ്യുമ്പോൾ അതിനൊരു മാർക്ക് ഇടുമ്പോൾ അതിന് പ്രേക്ഷകന് ഒരു മാർക്ക് ഇടുമല്ലോ. അത് മാത്രമല്ല, എനിക്കിപ്പോ ഇത്രയും കഴിച്ചതില് ബീന ചേച്ചി ഉണ്ടാക്കിയത് വീട്ടിൽ പോയി ട്രൈ ചെയ്യണമെന്നുണ്ട്. അപ്പൊ ഞാൻ ട്രൈ ചെയ്യുമ്പോ എന്തായിരിക്കും ശ്രദ്ധിക്കുന്നത്, ഈ കൺസിസ്റ്റൻസി ഞാൻ ശ്രദ്ധിക്കും. അതെ, അതിന് കുറച്ചുകൂടി പൊടിയാക്കാം അല്ലേ അല്ലേ? അങ്ങനെ അതെ. വിഷ്ണു പറഞ്ഞല്ലോ, വിഷ്ണു അത് പറഞ്ഞിരുന്നു, അത് ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞു. എന്തോ പറയാൻ വന്നു. ഇല്ല, ഈ നമുക്ക് അറിയാത്ത ഒരു മേഖലയായിട്ട് നമ്മൾ എടുത്തു വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ, ഇപ്പോൾ ദുബായിലുണ്ടായിരുന്നപ്പോൾ ഒരിക്കൽ അമ്മാവനും അമ്മയും കൂടെ വന്ന സമയത്ത് കൂസ് എന്ന് പറഞ്ഞിട്ടൊരു മെറ്റീരിയൽ, ബക്വീറ്റിൻ്റെ പൊടിച്ചത് ഒരു കൂസ് പറഞ്ഞിട്ട്, അത് യൂഷ്വലി താജീനിൽ കുക്ക് ചെയ്യുന്ന ഒരു മൊറോക്കൻ ഡിഷിൻ്റെ ബേസാണ്. നമുക്കിവിടെ കിട്ടാറില്ല. അത് ഇന്ത്യയിൽ ഇപ്പോൾ പല ആൾക്കാരും ഡയബറ്റീസിന് വേണ്ടിയിട്ട്, അമിതാഭ് ബച്ചൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ കഴിക്കുന്ന കൂസാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞപ്പം അമ്മയ്ക്ക് അയ്യോ ഇത് കഴിക്കാൻ വേണ്ട, ഇത് വേണ്ട എന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് പിന്നെയും ചപ്പാത്തിയും. അപ്പം നമ്മുടെ പാലറ്റിന് അഡ്ജസ്റ്റ് ചെയ്യാൻ വലിയ പാടാണ് പുതിയ സാധനങ്ങൾ.
അപ്പോൾ അങ്ങനെയുള്ളത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടും. അതെ അതെ. അപ്പോൾ അടുത്ത ഒരു ശ്രമത്തിന് വേണ്ടിയുള്ള ഒരു വഴി കൂടിയാണിത്. കാലത്തേക്ക് യാത്ര പറയുകയാണ്. നാളെ ഈ വീറോടും വാശിയും കൂടിയുള്ള അതിനേക്കാൾ രുചിയുള്ള മണമുള്ള ഗുണമുള്ള എപ്പിസോഡുമായി ഞങ്ങൾ നാളെ വീണ്ടും വരും. അതുവരേക്കും ടാറ്റ. Crockery partner Minolta, easy and healthy cooking. Anish Ravi costume sponsored by Dhanya Furniture, Kottarakara.